മുൻ നായകനും വിക്കറ്റ് കീപ്പറുമായ MS ധോണിയാണ് പടിയിറങ്ങാൻ സാധ്യതയുള്ളവരുടെ പട്ടികയിൽ മുൻപന്തിയിൽ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് നേരത്തെ വിരമിച്ചെങ്കിലും IPL-ൽ 44-ാം വയസ്സിലും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മുഖമാണ് ധോണി. 18-ാം സീസണോടെ കളി മതിയാക്കുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല. ഈ സീസൺ പകുതിയോടെ IPL-നോട് താരം വിട പറയുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഇതിനായാണ് ചെന്നൈ സഞ്ജുവിനെ ടീമിൽ എടുത്തതെന്നാണ് വിലയിരുത്തൽ. കരിയറിൽ ഉടനീളം റെക്കോർഡുകളുടെ തോഴനായ അർജന്റീൻ നായകൻ ലിയോണൽ മെസ്സിയാണ് ഈ വർഷം ബൂട്ടഴിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഇതിഹാസം. ഏറ്റവും കൂടുതൽ കിരീടങ്ങളുള്ള റെക്കോർഡിൽ ഒന്നാമതുള്ള താരത്തിന്റെ ലക്ഷ്യം 50-ാം കിരീടം. ഫിനലിസിമയും ലോകകപ്പുമാണ് താരത്തിന് മുന്നിലുള്ളത്. മേജർ ലീഗിൽ ഇന്റർ മയാമിക്ക് കിരീടങ്ങൾ നേടിക്കൊടുത്ത താരം മിന്നും ഫോമിൽ. കരിയറിൽ സ്വന്തമാക്കാവുന്നതെല്ലാം നേടിയ മെസ്സി ഈ ലോകകപ്പിന് ശേഷം കളിക്കളത്തിൽ തുടർന്നേക്കില്ല. 40-ാം വയസ്സിലും 20-കാരന്റെ ചുറുചുറുക്കമായി കളം വാഴുന്ന പോർച്ചുഗീസ് നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഈ വർഷം വിരമിച്ചേക്കാവുന്ന മറ്റൊരു താരം. വിശ്വകിരീടം സ്വന്തമാക്കി രാജകീയമായി പടിയിറങ്ങുകയാണ് റോണോയുടെ സ്വപ്നം. കരിയറിൽ 1000 ഗോളുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴും അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് CR7. കഴിഞ്ഞ വർഷം 47 മത്സരങ്ങളിൽ 43 ഗോളുകൾ നേടിയ റൊണാൾഡോയ്ക്ക് കയ്യെത്തും ദൂരത്താണ് 1000 ഗോൾ എന്ന റെക്കോർഡ്. വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും പരിക്കുകളിൽ വലിയുന്ന ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മാർ ഈ വർഷം കളിക്കളത്തോട് വിട പറഞ്ഞേക്കും. ഈ ലോകകപ്പിൽ കിരീടം നേടിയാലും ഇല്ലെങ്കിലും താരം വിരമിക്കാനാണ് സാധ്യത. തുടർച്ചയായ പരിക്കും ശസ്ത്രക്രിയകളും താരത്തിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമത്തിലുള്ള നെയ്മാർ ബ്രസീൽ ടീമിൽ തിരിച്ചെത്തി ലോകകപ്പ് കളിക്കാമെന്ന പ്രതീക്ഷയിലാണ്. സാന്റോസുമായി 1 വർഷത്തെ കരാർ മാത്രമാണ് നെയ്മാർ ഒപ്പുവെച്ചിരിക്കുന്നത്. ടെന്നീസ് കോർട്ടിലെ ഇതിഹാസം നൊവാക് ജോക്കോവിച്ച് ഈ വർഷം വിരമിച്ചേക്കും. 25-ാം ഗ്രാൻഡ് സ്ലാം കിരീടമെന്ന റെക്കോർഡുമായി പടിയിറങ്ങുകയാണ് ജോക്കോയുടെ ലക്ഷ്യം. 2023-ന് ശേഷം ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളൊന്നും നേടിയിട്ടില്ലെങ്കിലും ടെന്നീസ് കോർട്ടിൽ ഇന്നും ഏറ്റവും വലിയ വെല്ലുവിളി 39-കാരനായ ജോക്കോവിച്ച് തന്നെയാണ്. തുടർച്ചയായി പരിക്കലട്ടുന്ന ജോക്കോവിച്ച് കഴിഞ്ഞ സീസണിൽ വിരമിക്കുമെന്ന് കരുതിയെങ്കിലും അവസാന ഘട്ടത്തിൽ തീരുമാനം മാറ്റുകയായിരുന്നു. വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യക്ക് കന്നിക്കിരീടം നേടിത്തന്ന ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറും ഈ വർഷം പാഡ് അയച്ചേക്കും. 2020-ൽ ഏറ്റവും കൂടുതൽ വിജയമുള്ള ക്യാപ്റ്റൻ കൂടിയാണ് ഹർമൻ. ഈ വർഷം നടക്കുന്ന 2020 ലോകകപ്പിൽ കളിച്ചാവും താരം കളി മതിയാക്കുക. വിദേശ ലീഗിൽ കളിച്ച ആദ്യ ഇന്ത്യൻ വനിതാ താരമെന്ന റെക്കോർഡും ഹർമൻപ്രീത് കൗറിന്റെ പേരിലാണ്. സൂപ്പർ താരങ്ങളായ രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും ഈ വർഷം നിർണായകം. ടെസ്റ്റിൽ നിന്നും 2020-ൽ നിന്നും വിരമിച്ച താരങ്ങൾക്ക് അവസാന അവസരം എന്ന നിലയിലാണ് ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക പരമ്പരയെ BCCI കണ്ടിരുന്നത്. എന്നാൽ സെഞ്ചുറിയുമായി തിളങ്ങിയ ഇരുവരും ടീമിൽ സ്ഥാനം ഉറപ്പിച്ചു. 2027 ഏകദിന ലോകകപ്പ് എന്ന സ്വപ്നം ഇരുവർക്കുമുണ്ടെങ്കിലും ഈ വർഷം നടക്കുന്ന പരമ്പരകൾ 2 താരങ്ങളുടെയും ഭാവി തീരുമാനിക്കും. 2018-ൽ ക്രൊയേഷ്യയെ ഫൈനലിലേക്ക് എത്തിച്ച ലൂക്ക മോഡ്രിച്ച്, ലോകകപ്പ് ജേതാവായ ഫ്രഞ്ച് ഫുട്ബോളർ ഒളിവർ ജിറോദ്, അമേരിക്കൻ ബാസ്കറ്റ്ബോൾ ഇതിഹാസം ലെബ്രോൺ ജെയിംസ് എന്നിങ്ങനെ ലോക കായികവേദിയിൽ വിസ്മയം തീർത്ത ഒരു പിടി താരങ്ങൾ 2026-ന്റെ നഷ്ടമാകും.